ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ്. ഇത് തണുപ്പിച്ചിട്ടോ അല്ലാണ്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അടുപ്പൊന്നും കത്തിക്കാണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ ആ ഒരു സൈഡൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുക. പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് പാലാണ് ആവശ്യം. പാലിൽ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്താലും മതി. നമ്മൾ ഈ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഓരോ സ്ലൈസും നമുക്ക് പാലിലൊന്ന് മുക്കിയെടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ ബ്രെഡൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ സ്ലൈസും നമുക്കിതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. പൊട്ടിപ്പോകാതെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് പാലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് പാല് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എപ്പോഴും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ വീട്ടിലില്ലാത്തവരാണെങ്കിൽ പാലിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം കുറച്ച് റെഡ് കളറും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കാം. വിപ്പിംഗ് ക്രീം തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ ബട്ടർ ക്രീമോ അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റർഡൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ അതുപോലെ ചെയ്യാം. ഓരോ സ്ലൈസ് ബ്രെഡിലും നമുക്ക് ആവശ്യത്തിന് ക്രീം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന ക്രീം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമ്മളിത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സാധാരണ തേങ്ങ ചിരകി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആകുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ക്രീമിലും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ കളർ ചേർക്കണം എന്നൊരു നിർബന്ധമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ കളർ ചേർക്കുന്നത്. കളർ എന്ന് പറഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ഒരു ജ്യൂസ് ഒരിത്തിരി ഉറ്റിച്ചെടുത്താൽ മതി, എന്നാലും നമുക്ക് നല്ലൊരു പിങ്ക് കളറ് കിട്ടും. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കുക, തണുപ്പിച്ചിട്ട് കഴിക്കുക, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.